ഇന്ന് ഞങ്ങൾ വിവാഹിതരായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹം. എൻ്റെ കുടുംബവും ആനൻ്റെ കുടുംബവും, വിവാഹം നടത്തിയ സുഹൃത്തുക്കളായ പുരോഹിതരും, ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോ പറഞ്ഞതുപോലെ മുറിവേറ്റ രണ്ട് മനുഷ്യർ ഒരായുസ് കൊണ്ട് പരസ്പരം സുഖപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം. അവസാനം ഞങ്ങൾ പരസ്പരം സുഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി ഞങ്ങളുടെ തീരുമാനത്തെ അനുഗ്രഹിക്കൂ. റേഡിയോ ജോക്കിയായും എഴുത്തുകാരനായും നടനായുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ജോസഫ് അന്നക്കുട്ടി ജോസ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വിവാഹത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ടെഡ് ടോക്കിൽ ഒരു പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ ജോസഫ് അന്നക്കുട്ടി ജോസിനെ കാണാനിടയാകുന്നത്. MBA പഠിക്കുന്ന കാലത്ത് മാത്സ് പരീക്ഷയിൽ ഇൻറ്റേർണൽസിന് മാർക്ക് കുറഞ്ഞ് ആ വിഷയത്തിന് പരാജയപ്പെട്ടപ്പോൾ ഒരു മസാലദോശ വാങ്ങിത്തന്നിട്ട് തന്നെ ചേർത്ത് നിർത്തി ഞങ്ങൾ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് പ്രചോദിപ്പിച്ച ഒരപ്പൻ്റെ കഥ പറയുന്ന ജോസഫ് അന്നക്കുട്ടി ജോസ് എന്ന് പറയുന്ന റേഡിയോ ജോക്കിയോട് അന്നേ എന്തോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. Something moving inside my heart. He asked me to have the masala dosa. I made a small piece, dipped it in chutney, put it in my mouth. Then he tapped on my shoulder and said, "Joseph, your parents are there with you. Just don't worry. You failed, that's okay. It's not about how many times you fall in life. It's all about how many times you rise after the fall." പിന്നീട് ജോസഫ് അന്നക്കുട്ടി ജോസ് എന്നെപ്പോലെ ഒരു എക്സമിനേറിയനാണെന്നും എൻ്റെ അതേ പ്രായമാണെന്നും അറിഞ്ഞപ്പോൾ ഈ ദൈവത്തിൻ്റെ ചാരനോട് എന്തോ പെരുത്തിഷ്ടമായി. സെമിനാരി പോയിട്ടാണ്, നിങ്ങൾക്കറിയാമോ? ഞാൻ സെമിനാരി ജസ്റ്റ് ഒരു വൈബ് ചെക്ക് ചെയ്യാനാണ്. ഞാൻ ഈ സെമിനാരി പോയിട്ടാണെന്ന് അറിയുന്നവർ കൈവക്കാം. എനിക്ക് രക്ഷയില്ലേ, നാട്ടുകാർക്കെല്ലാം അറിയാം. സെമിനാരി പോയി, അപ്പന് വേണ്ടി പോയതാണ്. സെമിനാരിന്ന് പോന്നു. ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് സെമിനാരി പോയത്? എനിക്ക് ഒരു താല്പര്യമില്ല സെമിനാരി പോയി. അപ്പനെന്നെ വിഷമമുണ്ടല്ലോ എന്ന് കരുതി പോയതാണ്. പോയി 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. എനിക്ക് പോകണം എല്ലാ ദിവസവും 5:30 മണി ഇങ്ങനെ അടിക്കുമ്പോൾ നെഞ്ച് കിടന്ന് പടയ്ക്കും. ഇന്ന് പോയി അച്ഛനോട് പറയാം എനിക്ക് താല്പര്യമില്ലെന്ന്. പറ്റിയില്ല. 3 വർഷം ഞാൻ അവിടെ ജീവിച്ചപ്പോൾ ഞാൻ പുസ്തകങ്ങളെ പരിചയപ്പെട്ടു. അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നൊരു പുരോഹിതനാണ് ബോബി ജോസ് കട്ടിക്കാട്. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മുറിവേറ്റ ചില മനുഷ്യർക്ക് മാത്രമേ ജോസഫ് അന്നക്കുട്ടി ജോസിനെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹസ്പർശമായി മാറാൻ കഴിയൂ. ഹാപ്പി മാരീഡ് ലൈഫ്, ഡിയർ ജോസഫ് അന്നക്കുട്ടി ജോസ് and Anne. May you be able to heal your wounds mutually with your married life.